സിനിമാ മേഖലയെ വിനോദ നികുതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വീണ്ടും ഫിലിം ചേംബർ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സംസ്ഥാന ധന സാംസ്കാരിക മന്ത്രിമാർക്ക് ഫിലിം ചേംബർ കത്ത് നൽകി. സ്വതന്ത്ര സിനിമയെ സഹായിക്കാൻ നൽകുന്ന സബ്സിഡി 5 നിന്ന് 25 ലക്ഷമാക്കി ഉയർത്തണമെന്നാണ് ആവശ്യം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് നിതിൻ അംബുജനാണ്. നിതിൻ, ഗുഡ് മോർണിംഗ്. സിനിമാ മേഖലയ്ക്ക് അനുകൂലമായ ചില ആവശ്യങ്ങൾ ഫിലിം ചേംബർ മുന്നോട്ട് വെക്കുന്നു. പക്ഷേ സംസ്ഥാനം ധനപ്രതിസന്ധിയിലാണെന്ന് പലതവണ സംസ്ഥാന ധനവകുപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഏത് രീതിയിലായിരിക്കും ഈ ആവശ്യം ധനവകുപ്പ്, സാംസ്കാരിക വകുപ്പൊക്കെ കാണുക? ക്രിസ്റ്റീന, കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യമാണ് സിനിമാ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് നേരത്തെ തന്നെ ഫിലിം ചേംബർ സർക്കാരിന് കത്ത് നൽകിയിരുന്നു. കഴിഞ്ഞ ഏതാനും നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആശയവിനിമയം സർക്കാരുമായി നടത്തുന്നത്. പക്ഷേ ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തിൽ അനുകൂല നിലപാട് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഫിലിം ചേംബർ വ്യക്തമാക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നത്. എന്തായാലും വിനോദ നികുതിയിൽ നിന്നും അതോടൊപ്പം തന്നെ GST-യിൽ നിന്നും ഈ ഒരു വിനോദ നികുതിയും GST-യും ഉൾപ്പെടെ ഇരട്ട നികുതി ഈടാക്കുന്നതിനെ നേരത്തെ തന്നെ ഫിലിം ചേംബർ ഒരു സമരത്തിലേക്ക് അടക്കം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ തന്നെ ആ സമരത്തിന് അവർ പിന്മാറി. എന്തായാലും വീണ്ടും ഇപ്പോൾ സർക്കാരിന് കത്തയച്ചിരിക്കുകയാണ്. കത്തിൽ ആവശ്യപ്പെട്ടത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. വിനോദ നികുതി ഒഴിവാക്കുക, സംസ്ഥാനത്ത് നിലവിലുള്ള വിനോദ നികുതിയിൽ നിന്ന് സിനിമയെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് ആവശ്യം. അതോടൊപ്പം തന്നെ നിലവിൽ സിനിമകൾക്ക് നൽകുന്ന സർക്കാർ സഹായ സബ്സിഡി തുക അത് 5 ലക്ഷം രൂപയിൽ നിന്ന് 25 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കണം. കൂടാതെ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ അടിയന്തരമായി ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതായി മന്ത്രിമാരുടെ യോഗം വിളിച്ചു ചേർക്കണം. ഈ ഒരു 3 ആവശ്യം ചൂണ്ടിക്കാട്ടിയാണ് ഇന്നിപ്പോൾ വീണ്ടും ഫിലിം ചേംബർ സംസ്ഥാന സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നത്. എന്തെങ്കിലും അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിലേക്ക് പോകും എന്നൊരു കാര്യം തന്നെയാണ് ഫിലിം ചേംബർ വീണ്ടും ചൂണ്ടിക്കാട്ടുന്നത്. ശരി, കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് നിതിൻ അംബുജനാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.